സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. Let's begin the show. This is Chunga Jewelry Red Carpet. ഒരിക്കൽ ഞാനൊരു കടയിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു. അതായത് വിൽക്കുന്ന ആൾക്ക് 2 കണ്ണു മതി, വാങ്ങുന്ന ആൾക്ക് 1000 കണ്ണു വേണമെന്ന്. ശരിക്കും ഇത് വലിയൊരു പാഠം തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടു കൂടി ആ കാര്യത്തിനെ സമീപിച്ചാൽ ജീവിതത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതിഭകളായി തീരാൻ സാധിക്കും. ജീവിതത്തെ അത്തരത്തിൽ ഗൗരവമായിട്ട് കണ്ട ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നായിക അനുശ്രീ. എന്തായാലും അനുശ്രീയുടെ ഓണം, ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അതെ, സന്തോഷാണോ അതെയോ അയ്യോ കഷ്ടമായി പോയി, ഇതിലും അടിപൊളി ഓണമായിരുന്നു എന്റെ ഇല്ലില്ല, എപ്പോഴും സന്തോഷം തന്നെയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഷൂട്ടിംഗ് ഒന്നുമില്ലാതെ ഇപ്പൊ ഏകദേശം നമ്മൾ അങ്ങനെ കുറെ ഇരുന്നു, എങ്ങനെയായിരിക്കും ഒരു ദിവസം അനുവിന്റെ ഒരു ദിവസം പറയാൻ പറഞ്ഞ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് എത്ര മണിക്ക് ഉറങ്ങുന്നവരെ ഒന്ന് വേഗം പറയാൻ പറ്റും? ഞാനൊരു 7 മണി 7:15 എണീക്കുന്ന ആളാണ്. ഷൂട്ട് ഇല്ലെങ്കിൽ കാരണം കൂടുതൽ നേരം ഉറങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്റെ വീട്ടിലൊരു ജൂലിക്കുട്ടി ഉണ്ട്, എന്റെ കൂടെയാണ് ഉറക്കമൊക്കെ. ആശാട്ടി 7 മണി 7:15 ആകുമ്പോഴത്തേനും പിന്നെ മാന്തി തുടങ്ങും. അപ്പൊ പിന്നെ അത്രയും ടൈമേ ഉറങ്ങാൻ പറ്റാറുള്ളൂ. കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ജൂലിന്റെ കൂടെ കറങ്ങി നടക്കൽ തന്നെയാണ് പരിപാടി. കാരണം കുറെ ദിവസം മിസ്സാവുന്ന ഒരാളെ. അതെ 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 അതെ. അപ്പൊ പിന്നെ എപ്പൊ ഞാൻ എങ്ങോട്ടേക്ക് നടന്നാലും വിട്ടു പോകുന്ന പരിപാടിയില്ല. അപ്പൊ ഷൂട്ടിങ്ങിന് പോകുമ്പോ എങ്ങനെയാ നിൽക്കും ഇത്രയും ദിവസം? കാരണം ചിലപ്പോ ഒരു 15-20 ദിവസമൊക്കെ മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ഇവർക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ ഇവർ ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ അവരങ്ങനെ വീണ്ടും പഴയതുപോലെ ആവും. പിന്നെ എന്നെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ 10 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ചേട്ടനാണ് അനുവിന്റെ ഒരു എന്താ പറയാ വീക്ക്നെസ് അല്ലേ? ഈ ലോക്ക്ഡൌൺ സമയത്താണ് ചേട്ടന്റെ കുറെ ഫോട്ടോസും നിങ്ങൾ രണ്ടുപേരുള്ള ഫോട്ടോസ്, നിങ്ങൾ രണ്ടുപേരുള്ള ടിക്ടോക്ക് വീഡിയോസ്, പിന്നെ കുളത്തിൽ നിന്ന് അനിയത്തി പൊങ്ങി വരുമ്പോൾ പുറകിൽ ചേട്ടനും പൊങ്ങി വരുന്നുണ്ട്. അതൊക്കെ എന്താണ് സംഭവം? ഇല്ല, അത് പൊങ്ങി വരുന്നത് നമ്മൾ കുറെ ഫോട്ടോഷൂട്ടിന്റെ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആറ്റില്, നമ്മുടെ വീടിന്റെ താഴെ തന്നെയാണ് കല്ലടയാറുള്ളത്. പക്ഷെ ആ സമയത്ത് ഒഴുക്ക് കൂടുതലുള്ള സമയമാണ്. നമ്മുടെ ലോക്ക്ഡൌൺ സമയമൊക്കെ മഴയുടെ സമയം കൂടിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ടീമിലുള്ളതായിരുന്നു വെള്ളത്തിൽ നിന്ന് ക്യാമറയും കൂടെ ചാടുന്നതൊക്കെ. പക്ഷെ പടിയൊഴുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം പോണ സ്ഥലമാണ്. പക്ഷെ എപ്പോഴാ ഒഴുക്ക് കൂടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ വേണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട വെച്ചിട്ട് പോവാൻ നിന്നതാണ്. പിന്നെയും ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ട് എനിക്കൊരു സങ്കടം. അപ്പൊ പിന്നെ അണ്ണനും കൂടെ ഇറങ്ങി പുറകിൽ നിന്നു. ഞാൻ പോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവൻ മുങ്ങി നിൽക്കും. ഞാൻ പോസ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് അടിക്കുമ്പോഴത്തേനും അവൻ പൊങ്ങി വരും. അങ്ങനെയായിരുന്നു അത് ഷൂട്ട് ചെയ്തതൊക്കെ. പിന്നെ ഇനി അടുത്തത് ചോദിക്കാനുള്ളത്, അതായത് അനുവിന് ചോറാണ് ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. ചോറ് 3 നേരോ 4 നേരം ചോറ് ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മള് ഉള്ള നമ്മള് ഷോ ചെയ്തിട്ട് എത്ര വർഷമായി? 10 വർഷം 11 വർഷം എന്തായി? അന്നും ചോറാണ്. ഞാൻ പഴങ്കഞ്ഞി എന്ന് പറയില്ലേ, ഇപ്പോഴും അതൊന്നൊരു വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പറയും ചോറ് മതി, പഴങ്കഞ്ഞി മതി, മറ്റത് മതി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെയും കൂടി തീറ്റ മുട്ടിക്കുന്ന ഒരാളാണ് അനുശ്രീ. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ കുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്? ചൈനീസ്, മെക്സിക്കൻ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല. ലോക്ക്ഡൌണിന്റെ സമയത്ത് പിസയൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ വിഭവങ്ങൾ നേരത്തെ ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് അത് പിന്നെ പരീക്ഷണങ്ങളൊന്നുമില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ 2-3 മാസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ടൈമിൽ കുറേ പരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മാസത്തിനേക്കാട്ടിലും നന്നായി ചെലവ് കൂടിയ മാസങ്ങളായിരുന്നു ശരിക്കും. കാരണം എല്ലാരും വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് വിശപ്പ് കൂടും. എന്ത് ചെയ്തിട്ട് കുറെ നാള് നമ്മള് ക്ലീനിങ്ങും വീട് അടുക്കി പറക്കലും കുറെ ചെടികൾ നടലും ഒക്കെ ആയി. ഇത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ പതുക്കെ യൂട്യൂബിലോട്ട് കയറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കണക്ക് കൂട്ടി വരുമ്പോഴത്തേന് വളരെ നഷ്ടമായിരുന്നു. അതെ, ഈ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഇപ്പൊ അടുക്കള സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വളരെ എന്താ പറയാ കാര്യപ്രാപ്തിയുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അനുശ്രീ. അപ്പൊ ഈ അടുക്കളയില് കണ്ടുവരുന്ന ഒരു 3 രോഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് അറിയോ? അടുക്കളയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു 3 രോഗങ്ങളാണ്. ഷുഗർ, ഇനി പ്രഷറിന് എന്താ ഞാൻ പറയാന്ന്? പ്രഷർ ഉണ്ടോ? പ്രഷറിന് എന്താ ഞാൻ പറയാ? അതാണ് ആൻസർ, പ്രഷർ. ഞാൻ ഓരോ സാധനങ്ങളുടെ പേര് പ്രഷർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. മെയിൻ ആയിട്ടുള്ള അസുഖമാണ് അവനില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷുഗർ, പ്രഷർ, അതിനോടൊക്കെ അനുബന്ധിച്ച് വരുന്ന അതാണ്. പക്ഷെ മെയിൻ അസുഖമാണ്. അടുക്കളയിൽ അവനാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അവനില്ലെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ. അതിനി ആരാന്ന് കിട്ടുന്നില്ല, അറിയില്ല.
ഗ്യാസ്. ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ വെച്ചിട്ട് കണക്ട് ഇല്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ച മെയിൻ സംഭവം ഗ്യാസ് ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ സേഫ്, ആ സിനിമയെ കുറിച്ചിട്ട് കാരണം എനിക്ക് തോന്നുന്നു അത് ഒരു ഹീറോയിൻ ഓറിയന്റഡ് അങ്ങനത്തെ ഒരു മൂവിയൊക്കെയാണ്. ആ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതിലേക്ക് എന്നെ അതിന്റെ പ്രൊഡ്യൂസറാണ് ആദ്യം വിളിക്കുന്നത്. പക്ഷേ പ്രൊഡ്യൂസർ വിളിച്ച് ഞാൻ കഥ കേട്ട് ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ വന്ന ഷോയുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ടെന്ന് അറിയുന്നത്. കാരണം സേഫ് എന്ന് പറഞ്ഞ മൂവിന്റെ ഡയറക്ടറാണ്. ഞങ്ങള് ഒരുമിച്ച് പണ്ട് വന്ന റിയാലിറ്റി ഷോന്റെ വൺ ഓഫ് ദ മെയിൻ പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു. സോ ആ പുള്ളിയാണ് സേഫ് എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ കൂടി അഭിനയിച്ച സിനിമയുടെ സംവിധായകൻ. ആ ഷോന്റെ സമയത്താണ് ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മളെല്ലാം കൂടി ഇരിക്കുമ്പോൾ പറയുന്നത് നാളെ ജിമ്മി ജിബ് വരുന്നു. ജിമ്മി ജിബ് എന്ന് പറയുന്നത് ഈ മൂവി ചെയ്യുന്ന ക്യാമറേനെയാണ് കേട്ടോ പറയണത്. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ആരോ വലിയൊരു നടനോ മുംബൈന്നൊക്കെ വരുന്നുണ്ട് എന്ന്. പിറ്റേന്ന് ഈ ചേട്ടൻ വന്നപ്പോ ഞങ്ങൾ പറയുന്നുണ്ട് ആ ചേട്ടനായിരിക്കും ജിമ്മി ജിബ് എന്ന്. കറുത്ത ഷർട്ടിട്ട് ചേട്ടനാണ് ജിമ്മി ജിബ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ചേട്ടൻ മുമ്പിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയെ ക്ഷണിക്കാം. യോഗ വർക്കൗട്ട് ഒക്കെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നിർത്താറുണ്ടെന്നൊക്കെ പറയില്ലേ? ഈ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് എല്ലാ ദിവസവും യോഗയും വർക്കൗട്ടൊക്കെ ചെയ്യണം എന്ന്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രേയ ആർ നായർ. ഞാൻ കലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് യോഗയാണ്. ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാനൊരു 4-5 വയസ്സ് മുതൽ തന്നെ ഇങ്ങനെ യോഗ ചെയ്ത് വരുന്നതാണ്. യോഗയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു 8 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൃഷ്ണക്കുറുപ്പ് സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സാറാണ് എനിക്ക് പറഞ്ഞു തന്നത് യോഗയാണെന്നുള്ള കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി കുടുംബം. ഇതെൻ്റെ അച്ഛൻ്റെ പേര് സുധികുമാർ. അച്ഛൻ കലാകാരനാണ്. ഇതെൻ്റെ അമ്മയുടെ പേര് രോഹിണി. അമ്മ യോഗ ടീച്ചറാണ്. എൻ്റെ വലിയൊരു സപ്പോർട്ടാണ് അമ്മ. പിന്നെ ഇതാണ് എൻ്റെ അനുജത്തി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കലൂർ സ്കൂളിൽ തന്നെ. ശ്രേയ 10ാം വയസ്സിൽ തന്നെ യോഗ ടീച്ചറായി. അപ്പം ശ്രേയയെ ഈ ഫീൽഡിലോട്ട് എന്ന് വെച്ചാൽ മത്സര ഫീൽഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിഞ്ഞിരിക്കണമല്ലോ. അതിൽ പിന്നീടാണ് ഞാൻ പോയി യോഗ ടീച്ചറായിട്ട് പഠിച്ചു, യോഗ ടീച്ചറായി. പിന്നെ ഇവരുടെ അസോസിയേഷൻ്റെ തന്നെ നാഷണൽ റെഫറിയും കൂടെയാണ് ഇപ്പോൾ. പിന്നെ വീട്ടിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനും ശ്രേയയും കൂടെ തന്നെ ക്ലാസ് എടുക്കുന്നത്. അമൃത TV റെഡ് കാർപ്പറ്റിലേക്ക് എനിക്ക് പെർഫോം ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ അതിലേക്ക് വിളിച്ച അമൃത TVയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ, അതായത് യോഗയും മാർഷൽ ആർട്സിലൊക്കെ കഴിവ് ഉള്ള ഒരു പ്രതിഭയെ കിട്ടുന്നത്. അതൊരു പ്രത്യേക സന്തോഷമുണ്ട്. വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയോ അതായത് ഞങ്ങൾ ഈ കണ്ടതൊന്നും അല്ല, ഇതിൽ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ശ്രേയ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയൂ. ഞാൻ 5 തവണ തന്നെ സ്റ്റേറ്റ് യോഗ ചാമ്പ്യനാണ്, ഗോൾഡ് മെഡൽ. ഓ അത് ശരിയാ. പിന്നെ ഉജ്ജ്വൽ ബാലി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 തവണ നാഷണൽ യോഗ ചാമ്പ്യനാണ്. ഓ പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയിട്ടുണ്ടോ? എത്ര വയസ്സാണ് മോൾക്കിപ്പോ? എനിക്കിപ്പം 14 വയസ്സാകുന്നു. അപ്പൊ മോൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടോ അതോ പേരൻസ് കൊണ്ടുപോയോ? അല്ല, അങ്ങനല്ല, എനിക്കിത് യോഗയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഓക്കെ. അപ്പം കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ലല്ലോ, ചുമ്മാ തലകുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ തലകുത്തി നിൽക്കാൻ തുടങ്ങി, ബെൻഡ് ചെയ്തൊക്കെ നിൽക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ അച്ഛൻ കണ്ടു. ആദ്യം എന്നെ കുൺഫുവിൻ്റെ ആണെന്ന് പറഞ്ഞു കുൺഫുവിനെ എന്നെ കൊണ്ട് ചേർത്തു. ഇപ്പം കുൺഫു ബ്ലാക്ക് ബെൽറ്റ് കിട്ടി എനിക്കിപ്പം. ഓ അത് ശരി, അതും കിട്ടി. തെറ്റിദ്ധരിച്ചിട്ട് പോയതാണെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടില്ല. ഓക്കെ, ബ്ലാക്ക് ബെൽറ്റ് കൊണ്ട് പോകുന്നു. പിന്നെ ഒരു 8 വയസ്സൊക്കെ ആയപ്പോഴാണ് യോഗാചാര്യൻ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞ സാറ് എന്നോട് വന്ന് പറഞ്ഞത് യോഗയാണ്, യോഗ നീ പഠിക്കണം, നല്ല വഴക്കൊണ്ട് നിനക്കെന്നൊക്കെ പറഞ്ഞു. പിന്നെ 10 വയസ്സൊക്കെ ആയപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെയാണ് കളരി. അതെ, കളരി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 1 വർഷമായി കളരി പഠിക്കുന്നു. വേറെ ഈ യോഗയും ഇത് മാർഷൽ ആർട്സ് അല്ലാതെ ഡാൻസ്, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ.
നമ്മുടെ ഫീൽഡ് ഇതാണെന്ന് ഉറപ്പിച്ചു. പിടിക്കുക, അങ്ങനെ വേണം അല്ലെ? ചെറുപ്പം മുതലേ ആ ഒരു പാഷനും ഒരു എയിം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്താ ഇപ്പൊ യോഗയിൽ എങ്ങനെയാണ് പെർഫോം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ യോഗ ഡാൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് യോഗ വിത്ത് ഡാൻസ്.
ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അയ്യോ എന്ത് രസമായിട്ടാണ് ചെയ്യുന്ന, ഇത്ര ചെറിയ കുട്ടിയാണെങ്കിൽ നന്നായി ചെയ്തല്ലോ എന്നൊക്കെ തോന്നും. അനുവിന്റെ കണ്ണ്, അനു ചേച്ചിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് സന്തോഷം കൊണ്ടാണോ അത്ഭുതം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമം? എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ കാലൊക്കെ പൊക്കിയിട്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ബ്രീത്തൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേനും മോളുടെ ഇങ്ങനെ ബ്രീത്തിന്റെ ആ ഒരു ഇതൊക്കെ പോന്നിട്ട് പിന്നെ ഞാൻ എന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു കൈ ഏത് വഴിയാണ് നിൽക്കണത്, കാല് ഏത് വഴിയാണ് നിൽക്കുന്നത്. ഞാനൊക്കെ ഡാൻസിന് മറ്റേ തത്താവിത്ത കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഏതോ വഴി പോകുന്നു എന്നല്ല, ഞാൻ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുന്നിടത്ത് ഏത് വഴി പോയിട്ടാണ് ഏത് വഴി വേണം. എനിക്കൊന്നും ഒരു പക്ഷെ അത്രയും ചെറിയ ഏജിലെ തന്നെ മോള് ട്രെയിനിങ് എടുത്തതിൻ്റെയും പിന്നെ എന്തായാലും ഒരു ടാലന്റ് ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും സൂപ്പർ. മോളുടെ ഇതിലൊക്കെ പറഞ്ഞു കളരി, കുംഫു, കറ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? കളരിപ്പയറ്റിലെ വടിവീശ് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു. കളരിപ്പയറ്റില് വടിവീശ് അത് ചെയ്യാം. അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നാ റെഡി ആയിരുന്നു, ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം. കുട്ടി എന്നോട് സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്നായിരുന്നെങ്കിൽ നല്ല അടി കിട്ടിയത് എനിക്ക്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴേ മോൾ അസലായിട്ട് ചെയ്തു. ഇത് പിടിച്ച് മയക്ക് പിടിച്ച് മോൾ അസലായിട്ട് ചെയ്തു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ എങ്ങനെ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കും? എന്നെ കൊണ്ട് വരൂ. അങ്ങനെയല്ല ഞാൻ പറയാൻ ചെയ്യാനല്ല, നീ ഒന്ന് വാ പ്ലീസ്. ഇത് നമ്മൾ ഈ ചേച്ചിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് ആ ചേച്ചി ചെയ്ത് കാണിക്കും. ഞാൻ ഒന്ന് കൈയൊക്കെ എങ്ങനെ പിടിക്കണമെന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കോ? ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത്. അല്ല, ഇത് നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും കാര്യമാണ്. മോക്ക് മറ്റേ ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് കേട്ടോ മോളെ. രണ്ട് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും. അതെങ്ങനെയാ നോക്കട്ടെ? ഇങ്ങനെ പക്ഷെ മുദ്ര ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ തന്നെ. നീ കണ്ടില്ലേ എത്ര? ഇനി പതുക്കെ ഒരു കൈ മാറ്റി നോക്കൂ. ഇല്ല, അപ്പം വീഴും. എന്തായാലും അസലായിട്ട് പെർഫോം ചെയ്തു. ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിലും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അങ്ങനെ ഒരു മിടുക്കിയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ചെറിയൊരു മൊമെന്റും ഉണ്ട്, ഈ ചേച്ചി തരും, അത് വാങ്ങിക്കാം. റെഡി? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ താങ്ക് യു സോ മച്ച്.